ഹലോ ഡിയർ ചിൽഡ്രൻ, നീറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും JEE സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ ഫിസിക്സ്, മെക്കാനിക്സ്, അതായത് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതൊക്കെ അവർക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നീറ്റിനും JEEക്കും പല വർഷങ്ങളായി ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ ചെയ്യാൻ പോകുന്നത്. ഇതേപോലുള്ള പല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. നിങ്ങളുടെ ഫിസിക്സ് സിംപ്ലിഫൈ ചെയ്യാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്ന് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് നീറ്റ് 2026 ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളിൽ നിന്ന്, എന്നാൽ പഴയ വർഷങ്ങളിൽ ചോദിച്ച 5 ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷൻ, വർക്ക് എനർജി, പവർ, ഈ 3 ചാപ്റ്ററിൽ പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള നീറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ JEEക്കും വേണ്ടി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ റെക്കമെൻഡേഷൻ വീഡിയോ വരുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് ആ 5 ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഈ വർഷത്തെ 2026 നീറ്റിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 bodies of masses 4 kg and 6 kg are tied to the ends of a massless string. The string passes over a pulley which is frictionless. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണാം, ഒരു പുള്ളിയുണ്ട്. ഈ പുള്ളിയുടെ 2 അറ്റത്തായിട്ട് 4 kgയും 6 kgയും ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ് 6 kg താഴേക്കും പോവും. 6 kg താഴേക്കും പോവും A ആക്സലറേഷനും. അപ്പോൾ 4 kg എന്ത് ചെയ്യും? അതേ ആക്സലറേഷൻ മേളിലേക്ക് പോകും. എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും സെയിം ആക്സലറേഷൻ വരുന്നത്? ഇതൊരു കണക്റ്റഡ് ബോഡി ആയതുകൊണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഈ സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ ജിയുടെ ടേംസിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് G ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, അതായത് ഒരു പുള്ളിയുടെ 2 അറ്റത്ത് 2 മാസ് വെച്ച് കഴിഞ്ഞ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് ഭയങ്കര ലെങ്തിയാണ്. പക്ഷെ നമ്മുടെ എയിം എന്താണ്? മാക്സിമം ടൈം കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വെറും 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഷോർട്ട് കട്ട് ഫോമുല ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ 2 മാസസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പുള്ളി സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ കാണാനുള്ള ഫോമുല ഇസ് m2 - m1 ബൈ m2 + m1 ഇൻറ്റു G. ഇതാണ് ഫോമുല എന്ന് പറയുന്നത്. ഇതിൽ m2 എന്ന് പറയുന്ന വലിയ മാസും m1 എന്ന് പറയുന്നത് ചെറിയ മാസമാണ്. ഇവിടെ m1 is 4, m2 is 6. So the answer is 6 - 4 by 6 + 4 into G എന്ന് വരും. ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ. സോ വലിയ മാസ് മൈനസ് ചെറിയ മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു G. സോ 6 - 4 is 2, 2/10 ഇൻറ്റു G എന്ന് വരും. 2ഉം 10ഉം കട്ടായിപ്പോയി, G/5. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ D, G/5 എന്നാണ് വരുന്നത്. വളരെ സിമ്പിൾ, നമുക്ക് 10 സെക്കൻഡ് പോലും എടുത്തില്ല. ഇതേ ചോദ്യം തന്നെ ഈ കയറിലുണ്ടാകുന്ന ടെൻഷൻ ചോദിക്കാം. അതായത് ഈ കയറിലേക്ക് 2 മാസ് അറ്റാച്ച് ചെയ്യുന്ന കാരണം കയർ വലിയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ടെൻഷൻ അതിനെ മേളിലേക്ക് കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ ആ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു ഫോമുലയുണ്ട്. ഫോമുല ഇതാണ്: 2m1 m2 ബൈ m1 + m2 ഇൻറ്റു G. ഇവിടെ m1 m2 എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, വലുതെടുത്താലും ചെറുതെടുത്താലും പ്രശ്നമില്ല, കാരണം സമ്മും പ്രൊഡക്റ്റുമാണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു m1 is 4, m2 is 6 by 4 + 6 or 6 + 4 whatever into G. നമുക്കിപ്പോൾ തൽക്കാലം 10 എന്ന് എടുക്കാം. സോ 6 + 4 10ഉം ഈ 10ഉം കട്ടായിപ്പോയി. 6 4s are 24, 24 into 2 is 48 Newton എന്ന് വരും. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ നീറ്റിന് പ്രാവശ്യം ടെൻഷനായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ടെൻഷൻ ചോദിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഓർത്തിരിക്കേണ്ട കാര്യം, ആക്സലറേഷൻ, കോമൺ ആക്സലറേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫോമുല ഇസ് m2 - m1 ബൈ m1 + m2 ഇൻറ്റു G. ഇവിടെ m1 is 6, m2 is 4. സോ 6 - 4 ബൈ 6 + 4 ഇൻറ്റു G. നമുക്ക് വേണമെങ്കിൽ 6 + 4 10ഉം Gയും വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ 2 m/s² എന്ന് ആൻസർ വരും. പക്ഷേ അവർ Gയുടെ ടേംസിൽ തന്നെ ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെഴുതിയത്? G/5 എന്നെഴുതിയത്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് 10 Newton ഈ ബ്ലോക്കിലേക്ക് കൊടുക്കുകയാണ്. ഈ ബ്ലോക്കിനെ നമ്മൾ തള്ളുകയാണ് പിടിച്ച് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ബ്ലോക്ക് റൈറ്റ് സൈഡിലേക്ക് ആക്സലറേറ്റഡ് ആവും. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ
ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബ്ലോക്ക് എ ഓൺ ബ്ലോക്ക് ബി ആണ്. എയും ബിയും ടച്ച് ചെയ്ത് നിൽക്കുന്ന കാരണം എ ബിയിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കും, അതുപോലെ ബി എയിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കും. ഈ രണ്ട് നോർമൽ റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ചോദ്യം ആ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്താൽ എഗെയിൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എങ്കിലും എടുക്കും. പക്ഷെ നമുക്കല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്. ഷോർട്ട് കട്ട് ഫോർമുല ഇതാണ്. എന്നെ കാണാനുള്ള ഫോർമുല ഇസ് മാസ് എഹെഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു ജി. ഇതാണ് ഫോർമുല. അപ്പം മാസ് എഹെഡ് എന്ന് പറയുമ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേ ഈ രണ്ട് പേരുടെ ഇടയിലുള്ള നോർമൽ റിയാക്ഷനാണ് കാണേണ്ടത്. ഇവിടെ ഇതാണ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത്. മാസ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ 2ഉം മാസ് എഹെഡ് എന്ന് പറഞ്ഞാൽ 3ഉമാണ്. കാരണം ആക്സിലറേഷൻ്റെ ഡയറക്ഷനാണ് എഹെഡ് ഡയറക്ഷൻ, ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. സോ മാസ് എഹെഡ് ഇസ് 3, മാസ് ബിഹൈൻഡ് ഇസ് 2. സോ മാസ് എഹെഡ് ഇസ് 3 ബൈ ടോട്ടൽ മാസ് ഇസ് 3 + 2 ഇൻറ്റു ജി ഇസ് 10. സോ ഇറ്റ് ഇസ് 3 ബൈ 5 ഇൻറ്റു 10 എന്ന് വരും. ഇത് കട്ടായിപ്പോയി. ദ ആൻസർ ഇസ് 6 ന്യൂട്ടൺ. കണ്ടോ, പെട്ടെന്ന് ആൻസർ കിട്ടി. ഇതേ ചോദ്യം തന്നെ ഈ രണ്ടിനെയും ഒട്ടിച്ച് വെക്കുന്നതിന് പകരം ഇതിൻ്റെ ഇടയിലൊരു കയറാണ് വെക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് നോർമൽ റിയാക്ഷന് പകരം എന്തായിരിക്കും വരുന്നത്? ടെൻഷനായിരിക്കും വരുന്നത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് മാസ് ബിഹൈൻഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു ജി ആണ്. അപ്പം മാസ് ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. 2 ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എഫ് എന്ന് വരും. നോട്ട് ജി, സോറി, എഫ് ആണ്. ഇൻറ്റു എഫ്. ആക്സലറേഷൻ കാണാനാണ് ജി വരുന്നത്. നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആയതുകൊണ്ട് ഇൻറ്റു എഫ് എന്ന് വരും. ഭാഗ്യത്തിന് ഇവിടെ എഫും 10 ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല. സോ 3 ബൈ 3 + 2 ഇൻറ്റു 10. സോ നോർമൽ റിയാക്ഷൻ കാണാനുള്ള ഫോർമുല ഇസ് മാസ് എഹെഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എഫ്. ടെൻഷൻ കാണാനുള്ള ഫോർമുല ഇസ് മാസ് ബിഹൈൻഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എഫ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. നോർമൽ റിയാക്ഷനും ടെൻഷനും കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമ്മൾ 2 ബ്ലോക്കാണ്. അതുകൂടാതെ ഇവിടെ മറ്റൊരു ബ്ലോക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു 5 kg കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാസ് എഹെഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ മാസ് എഹെഡ് ഇതൊക്കെ വരും, 3 വരും 5 വരും. 3 + 5 ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എഫ് ആയിരിക്കണം ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? സോ ഇങ്ങനെയാണ് ബ്ലോക്സ് ഇൻ കോണ്ടാക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്സ് കണക്റ്റഡ് വിത്ത് വയേഴ്സ് ആണെങ്കിൽ ടെൻഷൻ കാണാനുള്ള ഫോർമുല ഇസ് മാസ് ബിഹൈൻഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എഫ് എന്നായിരിക്കും ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ മാസ് എഹെഡ് എന്ന് പറയുമ്പം ഏതൊക്കെ മാസ് എഹെഡ് ഉണ്ടോ അതെല്ലാം എടുക്കണം. എഹെഡ് ഡയറക്ഷൻ കാണുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് എഹെഡ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The potential energy of a long spring when stretched by 2 centimeters u, if the spring is stretched by 8 centimeter, what is the potential energy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിങ്ങിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് U = ½ kx² ആണ്. ഒരേ സ്പ്രിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ k is a constant, half is a constant, so U is proportional to x² ആണ്. സോ U2 by U1 is equal to x2 by x1 the whole square. U2 by ഫസ്റ്റ് കേസിലെ എനർജി U ആണ്. ഫസ്റ്റ് കേസിലെ ലെങ്ത് 2 cm ആണ്. സെക്കൻഡ് കേസിലെ ലെങ്ത് എന്ന് പറയുന്നത് 8 cm ആണ്. ദ ഹോൾ സ്ക്വയർ. സെൻറ്റിമീറ്ററും പോയി, 8ഉം 2ഉം പോയി 4. 4² is 16. സോ U2 by U is equal to 16 എന്ന് വരും. സോ U2 is equal to 16U. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ 1 മിനിറ്റിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഇതിന് ആൻസർ എത്രയാണ്? 16U ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4th question. At any instant of time, the displacement of a particle is given. Displacement is given as 2t - 1. നമുക്ക് കാണേണ്ടത് പവറാണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻസ്റ്റൻറ്റേനിയസ് പവർ. പവറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി. സോ പവർ ഇസ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്, വെലോസിറ്റി തന്നിട്ടില്ല. സോ വെലോസിറ്റി കാണാൻ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ds/dt. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. സോ 2 - 0 2 എന്ന് വരും. വെലോസിറ്റി കിട്ടി. ദാറ്റ്സ് ഇറ്റ്. അപ്ലൈ ചെയ്ത ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈഡ് ഇസ് 5 Newton. സോ 5 ഇൻറ്റു 2 10 watt എന്ന് വരും. സോ ദ ആൻസർ ഇസ് 10 watt. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാണ്? 2024 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ
എൻഡിൽ ഞാൻ നല്ലൊരു ക്വസ്റ്റ്യനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നീറ്റ് 2021 ചോദിച്ചതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീറ്റിന് എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെ 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റും? ശരിക്കും നീറ്റിന് എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കണ്ടായിരുന്നു നേരത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇങ്ങനെ ഷോർട്ട് കട്ട് ഫോമിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമുക്ക് ലെസ് ദാൻ 10 സെക്കൻഡ്സിൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്ത് ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻസിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചോദ്യം ഇതാണ്: A uniform rod of length 200 cm and mass 500 gram is balanced on a wedge. ഇപ്പോൾ ഇതൊരു റോഡാണെങ്കിൽ ഇതിനെ ഈ ഒരു വെഡ്ജിൽ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ബാലൻസ് ആവാത്ത എന്തുകൊണ്ടാണ്? ചിലപ്പം ഒരു അറ്റം ഇങ്ങോട്ട് നീങ്ങുമ്പോൾ മറ്റേ അറ്റം മേളിലോട്ട് നീങ്ങും. പക്ഷേ രണ്ടും ഈക്വൽ ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ, അതായത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നതും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നത് ഈക്വൽ ആണെങ്കിൽ ഈ റോഡ് എന്ത് ചെയ്യും? അവിടെ ബാലൻസ് ആയി നിൽക്കും. അപ്പോൾ ഒരു റോഡ് ബാലൻസ്ഡ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ടോർക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും എന്തായാൽ മതി? ഈക്വൽ ആയാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ടോർക്ക്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡി ടേൺ ചെയ്യുവാണെങ്കിൽ ആ ടേണിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് കാണാൻ ഒരു ഫോമുലയുണ്ട്. ഞാൻ ജസ്റ്റ് ബേസിക്സ് ഒന്ന് പറഞ്ഞു പോവാണ്. R ക്രോസ് F എന്നാണ് ടോർക്കിൻ്റെ ഫോമുല. അപ്പോൾ നിങ്ങൾ ചോദിക്കും R എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പം ഇതൊരു ഫിക്സ്ഡ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് റോഡാണ്, ഈ പോയിന്റിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ആർ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ആ ഫിക്സ്ഡ് പോയിൻ്റായ ഒയും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷനും തമ്മിൽ ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ഒയിൽ നിന്ന് ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിലേക്കായിരിക്കും ആറിൻ്റെ ഡയറക്ഷൻ. അത് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ടോർക്കിൻ്റെ ഡയറക്ഷൻ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആർ ക്രോസ് എഫ് ചെയ്യണം, ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. അതായത് അത് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഇതാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ആറിന് പാരലായിട്ട് വെക്കുക, എന്നിട്ട് എഫിലേക്ക് കേൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തമ്പ് കാണിക്കുന്നത് എങ്ങോട്ടാണ്? വെളിയിലേക്ക്. അപ്പോൾ ഈ കേസിൽ ടോർക്ക് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കറങ്ങുന്നത്? ആറിൽ നിന്ന് എഫിലേക്ക് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഇതെന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഈ കേസിൽ ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി നേരെ തിരിച്ചു വരുമെന്ന് വിചാരിക്കുക. ഇത് ആറും ഇത് എഫും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പം ആറിൽ നിന്ന് എഫിലേക്ക് കേൾ ചെയ്യുക. ഇൻവേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഇൻവേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എന്ന് പറയാം. ഇനി ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ എഫ് സൈൻ തീറ്റയാണ്. അതിൽ തീറ്റ എന്ന് പറയുന്നത് ആറിൻ്റെ എഫിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 200 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റോഡാണ് കാണിച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ കറക്റ്റ് 20ാമത്തെ സെൻറ്റിമീറ്റർ പോയിൻറ്റിൽ 2 kg 160 സെൻറ്റിമീറ്റർ പോയിൻറ്റിൽ mkg വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ റോഡിന് സ്വന്തമായിട്ടൊരു മാസമുണ്ട്. എത്രയാണ് റോഡിൻ്റെ മാസ്? 500 gram ആണ്. 500 gram എന്ന് പറഞ്ഞാൽ 1/2 kg ആണ്, 1/2 kg ആണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ റോഡിനൊരു മാസമുണ്ട്. ആ മാസം ആക്ട് ചെയ്യുന്നത്, ഇതൊരു റോഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ്. സെൻറ്റർ ഓഫ് മാസ് ഇസ് എ പോയിന്റ് വെയർ ദ എൻറ്റയർ മാസ് ഓഫ് എ ബോഡി ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. 200 മീറ്റർ നീളമുള്ള വയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ഇത് 100 ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട്? ഒരു 1/2 kg മാസും കൂടെ ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി ഈ റോഡ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതിലുണ്ടാവുന്ന ക്ലോക്ക് വൈസ് ടോർക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ടോർക്കുകൾ നോക്കാം. നമുക്ക് ആദ്യം 2 kg ഉണ്ടാക്കുന്ന ടോർക്ക് നോക്കാം. സോ കേസ് 1 എന്ന് പറയുന്നത് ടോർക്ക് ഡ്യൂ ടു 2 kg ആണ്. ടോർക്കിൻ്റെ ഫോമുല എന്താണ് പിള്ളേരെ? ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റയാണ്. എഫ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. 2 കിലോഗ്രാം എന്ന് പറയുന്ന മാസ് താഴേക്ക് കൊടുക്കുന്ന വെയിറ്റ് ആണ് അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് 2g 20 ന്യൂട്ടൺ എന്ന് വരും. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ആ ഫോഴ്സ് താഴേക്കാണ്. സോ 20 ന്യൂട്ടൺ. ഇനി വേണ്ടത് ആറാണ്. ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. വെഡ്ജാണ് നമ്മുടെ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആറെന്ന് പറയുന്നത്.
ഇവിടെ ഫിക്സ്ഡ് പോയിന്റ് 40-ലും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് 20-ലും ആയതുകൊണ്ട് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 20 ആർ എന്ന് പറയുന്നത്. സോ ആർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഇസ് 20 × 10⁻⁻² മീറ്റർ. ഇനി തീറ്റ വേണം. തീറ്റ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ എഫിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ, ഇതാണ് എഫിൻ്റെ ഡയറക്ഷൻ. സോ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ തീറ്റ ഇസ് 90 ഡിഗ്രി. സോ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. T1 = R is 20 × 10⁻², F is 20, theta is 90, so sin 90 is 1. സോ 20-യുടെ ഒരു 0 ഈ 20-യുടെ ഒരു 0 10⁻² കട്ടായി പോയി. ടോർക്ക് എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ആറിന്ന് ഒന്നുമില്ല, ആറിന്ന് എഫിലേക്ക് ഇങ്ങനെ കേൾ ചെയ്യുന്നത് ഇതെന്താണ്? ക്ലോക്ക് ഇറങ്ങുന്നതിന് തിരിച്ചാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലായല്ലോ? സോ ഈ കേസിൽ ടോർക്ക് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് അതെല്ലാം ഞാൻ തൂത്ത് കളയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ 1/2 kg പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ്. 1/2 kg പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ എഫ് ആദ്യം കണ്ടുപിടിക്കാം. കേസ് 2, ടോർക്ക് ഡ്യൂ ടു 1/2 kg. നമുക്ക് ആദ്യം ആർ കണ്ടുപിടിക്കാം, എഫ് കണ്ടുപിടിക്കാം. എഫ് = mg ആണ്. അപ്പം 1/2 × g is 10. അവിടെ നിൽക്കട്ടെ, 5 എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇനി വേണ്ടത് ആറാണ്. ആറെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. വെഡ്ജിന് അബൌട്ടായിട്ടാണ് നമ്മൾ ടോർക്ക് കാണുന്നത്. സോ ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് 40-ഉം 100-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് 60. സോ ആർ ഇസ് 60 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് 60 × 10⁻² മീറ്റർ. ഓക്കെ, അതും കിട്ടി. ഇനി വേണ്ടത് തീറ്റയാണ്. തീറ്റ നോക്കുകയാണെങ്കിൽ ഇത് 6, ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ. അതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാണ് 6, ഇതാണ് എഫ്. സോ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ തീറ്റ ഇസ് 90 ഡിഗ്രി. സോ ടോർക്ക് വിൽ ബി RF sin 90. So R is 60 × 10⁻², F is 1/2 × 10⁻10 × sin 90 is 1. 60-യുടെ ഒരു 0, 10-ൻ്റെ ഒരു 0, 10⁻² കട്ടായി പോയി. 6/2 എന്ന് പറയുന്നത് 3 വന്നു. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ വേണം, കാണാമെന്ന് വിചാരിക്കുന്നു. ആറ് ഇതും എഫ് ഇതുമാണ്. സോ ആറിൽ നിന്ന് എഫിലേക്ക് കേൾ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ റൂൾ യൂസ് ചെയ്യുക ഇൻഡു ആണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ഇറ്റ്സ് ക്ലോക്ക് വൈസ്. നോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോർക്ക് കേസ് 3, ടോർക്ക് ഡ്യൂ ടു mkg ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതെല്ലാം തൂത്തുകളയാണ്. അപ്പം എം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ വെയിറ്റ് ആണ് mg താഴേക്ക്, അതാണ് എഫ് എന്ന് പറയുന്നത്. ഇനിയും ആർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പോയിൻറ്റും പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ആർ എന്ന് പറയുന്നത്. ആറ് 40-ൻ്റെയും 160-ൻ്റെയും ഇടയിലുള്ളതായതുകൊണ്ട് 120 സെൻറ്റിമീറ്റർ ആണ്. സോ എഫ് ഇസ് mg, വിച്ച് ഇസ് m × 10m എന്ന് വരും. ആർ എന്ന് പറയുന്നത് 40-ൻ്റെയും 160-ൻ്റെയും ഇടയ്ക്കുള്ള 120 സെൻറ്റിമീറ്റർ, വിച്ച് ഇസ് 120 × 10⁻². നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. ടോ ഇസ് = RF sin θ ആണ്. R is 120 × 10⁻², F എന്ന് പറയുന്നത് 10m × sin 90 is 1. സോ തീറ്റ 90 ആണ് എന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് ആറ്. ആറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, എഫിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. സോ ഇവരുടെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ഈ ടോർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ ഇതും എഫ് ഇതുമാണ്, ഇങ്ങനെയാണ് കറങ്ങേണ്ടത്, ക്ലോക്ക് വൈസ്. ഓക്കെ, സോ ഒരു 0-യും ഒരു 0-യും 10⁻² കട്ടായി പോയി 12m എന്ന് വരും ടോ 3, ആൻഡ് ദാറ്റ് ഇസ് ക്ലോക്ക് വൈസ്. ഇനിയും ഇത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ
നെറ്റ് ടോർക്ക് എത്രയായിരിക്കണം പിള്ളേരെ? നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ടോ ആൻറ്റി ക്ലോക്ക് വൈസും ടോ ക്ലോക്ക് വൈസും ഈക്വൽ ആയിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒറ്റ ടോർക്കേ ഉള്ളൂ 4. ക്ലോക്ക് വൈസിൽ 2 ടോർക്കുണ്ട്, 3 ഉണ്ട് 12 ഉണ്ട്. സോ 4 - 3 1 is equal to 12 m is equal to 1/12 എന്ന് വരും. സോ ദ ആൻസർ ഇസ് 1/12 kg. 1/12 kg എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ്. സോ മെക്കാനിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 5 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തത്. ഇനിയും മെക്കാനിക്സിൽ നിന്നും ബാക്കിയുള്ള സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ചാപ്റ്റേഴ്സ് ഓഫ് ഫിസിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ എക്സാമിന് നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച്.